കേരളത്തിൻ്റെ ചരിത്ര വഴികൾ എന്നത് ഒട്ടേറെ മതങ്ങളുടെ സംഗമസ്ഥാനമായതുകൊണ്ട് തന്നെ അത് വിവിധ സംസ്കാരങ്ങളുടെയും ജീവിത രീതികളുടെയും ഒക്കെ പരീക്ഷണ മേഖലയായും അതിൽ നിന്ന് പുതിയ രീതികൾ തന്നെ ഉണ്ടാവുന്നതിനുമൊക്കെ കാരണമാവുകയുണ്ടായി. പ്രാചീന കേരളത്തിലെ ജനങ്ങൾ ദ്രാവിഡീയമായ മതാചാരങ്ങളും ജീവിത രീതികളുമൊക്കെയാണ് അനുവർത്തിച്ചിരുന്നത്. ആധുനിക കാലത്ത് നോക്കുമ്പോൾ പ്രാകൃതമായ ആചാരങ്ങളുടെയും നടപടികളുടെയും വിചിത്രമായ സമ്മിശ്രമായിരുന്നു ആ കാല ജീവിതം എന്നും പറയാം. ആ ഇടത്തോട്ടാണ് പല മതങ്ങളും കടന്നു വരുന്നത്. പല മതങ്ങളും അതിൽ വിജയിക്കുകയുണ്ടായി. അതിൽ തന്നെ നിലവിലിരുന്ന ഘടകങ്ങളെ കൂടി ചേർത്തുകൊണ്ട് പല മതങ്ങളും വികാസം പ്രാപിക്കുകയും ചെയ്തു. ആ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഹിന്ദുമതത്തിൻ്റെ വികാസം എന്നത്. കേരളത്തിൽ ഹിന്ദുമതത്തിൻ്റെ വളർച്ച എങ്ങനെയുണ്ടായെന്നും അത് ഇതര മതങ്ങളെ എങ്ങനെ നോക്കിക്കണ്ടു എന്നും അവയോടൊക്കെയുള്ള ബന്ധങ്ങളും പലതരം സംസ്കാരങ്ങളെ എങ്ങനെ കൂട്ടിയിണക്കി എന്നതും രസകരമായ ചരിത്ര വിഷയമാണ്. അതിൽ നിർണായകമായത് ആര്യവൽക്കരണം തന്നെയാണ്. നിലവിലുണ്ടായിരുന്ന ദ്രാവിഡ സംസ്കാരത്തെയും മതത്തെയും ഒക്കെ കീഴടക്കിയും ഇവിടെ ഉണ്ടായിരുന്ന സാംസ്കാരിക രീതികളെ ഇവർ സ്വയം കൂട്ടിച്ചേർത്തുകൊണ്ടും ഒരു പുതുവഴി തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാം. അപ്രകാരം ഈ വീഡിയോയിലൂടെ കേരളത്തിലെ ഹിന്ദുമതത്തെക്കുറിച്ചും ആര്യവൽക്കരണവും അതിൻ്റെ വികാസത്തെക്കുറിച്ചുമൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. വളരെ പതിയെ തുടങ്ങിയ എന്നാൽ തടയാനാവാത്ത ഒരു പ്രക്രിയയായിട്ടാണ് പലരും കേരളത്തിലെ ആര്യവൽക്കരണത്തെ നോക്കിക്കണ്ടിട്ടുള്ളത്. ഒരു തരത്തിലുള്ള അടിച്ചമർത്തലോ അധിനിവേശമോ ഒന്നും തന്നെ ആയിരുന്നില്ല അത് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പകരം അത് സമാധാനത്തിൻ്റെ നയോപായങ്ങൾ കൊണ്ട് വളർന്നു വന്നതാണ്. വടക്ക് നിന്ന് വന്ന ബ്രാഹ്മണരുടെ ബുദ്ധിശക്തിയുടെയും ഭരണവൈദഗ്ധ്യത്തിൻ്റെയും സ്വയം സൃഷ്ടിച്ച ഉന്നത സ്ഥാനത്തിൻ്റെയും ഒക്കെ മുന്നിൽ ഇവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡ വർഗ്ഗക്കാർ പൂർണ്ണമായും കീഴടങ്ങുന്നതുവരെയും അത് നീണ്ടു നിന്നു എന്ന് മാത്രം. ഹിന്ദുമതത്തെ നിർവചിക്കുന്നതിനും അപ്രകാരം ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ടെത്താനാവും. ഏറ്റവും പ്രാചീന മതങ്ങളിലൊന്നായ ഹിന്ദുമതം എങ്ങനെ ആവിർഭവിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുക പ്രയാസമാണ്. എന്തിനേറെ ബുദ്ധമതം, ജൈനമതം, ക്രിസ്തുമതം തുടങ്ങി ലോകത്തിലെ പ്രധാനപ്പെട്ട പല മതങ്ങളും തുടക്കമിട്ടത് ഒരു പ്രവാചകനാണെങ്കിൽ ഹിന്ദുമതമാകട്ടെ ഒരു പ്രവാചകൻ്റെയോ പ്രവാചകന്മാരുടെയോ ഒന്നും തന്നെ സൃഷ്ടിയൊന്നുമല്ല. പകരം അത് ഒരു ജനതയുടെ സാമൂഹിക ജീവിതത്തിൻ്റെ വികാസങ്ങളിലും തളർച്ചകളിലുമൊക്കെ തട്ടിത്തടഞ്ഞ് സ്വയം രൂപപ്പെട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ജനസമൂഹത്തിൻ്റെ ആകെ ധർമാചാരങ്ങളുടെയും വിശ്വാസ പ്രമാണങ്ങളുടെയും ജീവിത വീക്ഷണത്തിൻ്റെയും ഒക്കെ കെട്ടുചേരലുകളിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എന്നും പറയാം. ഏതായാലും കേരളത്തിലേക്ക് ആര്യന്മാർ എങ്ങനെ എത്തി എന്നതും അതിൻ്റെ വളർച്ചയൊക്കെ എങ്ങനെയുണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങൾ നമുക്ക് കാണാനാവും. ഇതിനൊക്കെ അപ്പുറം ദൈവിക ചൈതന്യമുള്ള മനുഷ്യർ എന്ന് കരുതി ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ അവരെ ക്ഷണിച്ചു കൊണ്ടുവന്നതും സ്ഥാനം നൽകി ഇരുത്തിയതുമൊക്കെ ഇതിൻ്റെ തന്നെ ചരിത്രങ്ങളായി നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. വൈദിക ബ്രാഹ്മണർ മലബാറിലെത്തിയത് AD 8-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിലാണ് എന്ന് ലോഗൻ പറയുകയുണ്ടായിട്ടുണ്ട്. കർണാടക മേഖലകളിൽ നിന്ന് ആ കാലത്ത് ഒട്ടേറെ ബ്രാഹ്മണർ കേരളത്തിൻ്റെ മേഖലകളിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട് എന്ന് പറയാമെങ്കിലും അതിനു മുന്നേ ബ്രാഹ്മണർ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിൽ പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. ക്രിസ്തുവിനും 3-4 നൂറ്റാണ്ട് മുന്നേ തന്നെ തെക്കേ ഇന്ത്യയിലൊക്കെ ആര്യാദി പ്രസരം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എന്നും BC 1-ാം നൂറ്റാണ്ടോടെ അത് ശക്തമായി എന്നുമാണ് ആധുനിക ചരിത്രകാരന്മാരുടെ അഭിപ്രായം. എന്തിനേറെ AD 5-ാം നൂറ്റാണ്ടോടെ ആര്യ സംസ്കാരം കേരളത്തിലാകെ പ്രചരിച്ചിരുന്നു എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആഗമന സാധ്യതകൾ തീർച്ചയായും BC കാലഘട്ടങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുക. ഒപ്പം തന്നെ ക്രിസ്തുവർഷത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ആര്യന്മാരുടെ സ്വാധീന ശക്തി കേരളത്തിൻ്റെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ പ്രവർത്തിച്ചിരുന്നു എന്നതിന് സംഘകാലഘട്ടത്തെ സാഹിത്യങ്ങൾ തെളിവും നമുക്ക് നൽകും. സംഘകാല കവികളിൽ പലരും ഇവിടെയുള്ള ബ്രാഹ്മണരായിരുന്നു എന്ന ചരിത്രവും ഓർക്കേണ്ടതുണ്ട്. ദൈവിക ചൈതന്യം ഉണ്ടെന്ന് വിചാരിച്ചിരുന്നത് കൊണ്ട് തന്നെ ആ കാലത്തെ ഭരണാധികാരികൾ ഇവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നൽകിയിരുന്നു താനും. ചേര രാജാക്കന്മാരാകട്ടെ ആ കാല ബ്രാഹ്മണരെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിച്ചിരുന്നതും ചരിത്രമാണ്. ചേര രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ബ്രാഹ്മണ പുരോഹിതന്മാർ വേദവിധി പ്രകാരമുള്ള യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നതും ഇവരുടെ വേദവ്യാഖ്യാനങ്ങളൊക്കെ രാജാക്കന്മാർ ശ്രദ്ധാപൂർവം കേട്ടിരുന്നതുമൊക്കെ ഇവർക്ക് ലഭിച്ചിട്ടുള്ള ആ കാലത്തെ സാമൂഹിക അംഗീകാരത്തിൻ്റെ തെളിവുകൾ കൂടിയാണ്. ദൈവികമായി കൂടുതൽ അടുത്തു നിൽക്കുന്നു എന്ന ചിന്താഗതിയായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം. ചുരുക്കിയാൽ ക്രിസ്തുവർഷത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ആര്യന്മാരുടെ ആശയങ്ങളും ആചാരങ്ങളുമൊക്കെ കേരളത്തിൽ പ്രചാരം നേടിക്കഴിഞ്ഞിരുന്നു എന്നത് തന്നെ. സാമൂഹിക ജീവിതത്തിലെങ്ങും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഉപരിവർഗങ്ങൾക്കിടയിൽ
അതിൻ്റെ സ്വാധീനവും വളരെ അധികമായിരുന്നു. ജൈനരെയും ബൗദ്ധരെയും പിന്തുടർന്നുകൊണ്ട് മൗര്യ കാലഘട്ടത്തിൽ തന്നെ ആര്യന്മാർ കേരളത്തിൽ വന്നതായാണ് പറയുന്നത്. അത് ക്രമമായി തുടരുകയും ചെയ്തു. കടമ്പ രാജാവായ മയൂരശർമ്മനും അദ്ദേഹത്തിൻ്റെ പുത്രൻ ചന്ദ്രാംഗതനും ബ്രാഹ്മണരുടെ വലിയ സംഘങ്ങളെ ക്ഷണിച്ച് കേരളത്തിലും തുളുനാട്ടിലും കുടിയിരുത്തിയതായി പറയപ്പെടുന്നുണ്ട്. അതുപോലുള്ള ഒട്ടേറെ സംഘങ്ങൾ സംഘകാലത്തിനിപ്പുറവും കേരളത്തിലേക്ക് വന്നിട്ടുണ്ടാവണം. ദൈവിക ചൈതന്യം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ഉപരിവർഗങ്ങൾ പ്രത്യേകം ഇവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇവരുടെ സാമീപ്യം മൂലമോ പ്രവർത്തനങ്ങൾ മൂലമോ ഈശ്വര ചൈതന്യം ഉണ്ടാവുമെന്ന വിശ്വാസവും ആ കാലത്ത് ഉണ്ടായിട്ടുണ്ടാവാം. 6 മുതൽ 8 വരെയുള്ള നൂറ്റാണ്ടുകളിലൊക്കെ ഇത് വ്യാപകവുമായിരുന്നു. ആ കാലത്ത് ചാലൂക്യർക്കും പല്ലവർക്കും രാഷ്ട്രകൂടർക്കും കേരളത്തിലുണ്ടായിട്ടുള്ള പ്രാബല്യം ആര്യവൽക്കരണത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ചതായും പറയുന്നുണ്ട്. വൈഷ്ണവരായിരുന്ന പടിഞ്ഞാറൻ ചാലൂക്യർ ഒട്ടേറെ ബ്രാഹ്മണ സംഘങ്ങളെ കേരളത്തിലേക്ക് അയച്ചതായി പറയുന്നുണ്ട്. നമ്പൂതിരിമാരിലെ പന്നിയൂർ കൂറ്റുകാർ വൈഷ്ണവരായ ചാലൂക്യന്മാരുടെയും ചൊവ്വര ഗ്രാമക്കാർ ശൈവമത അനുയായികളായ രാഷ്ട്രകൂടരുടെയും നിർദ്ദേശത്തിൽ കേരളത്തിലേക്ക് വന്നവനാണ് എന്ന അഭിപ്രായവും നിലവിലുണ്ട്. ഏതായാലും 8-ാം നൂറ്റാണ്ടോടെ പുറമേ നിന്ന് വലിയ തോതിൽ തന്നെ ബ്രാഹ്മണ സംഘങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും കേരളത്തിലെ ആര്യാധിനിവേശം അതിൻ്റെ പരകോടിയിലെത്തി എന്നും പറയാം. അവർ വിശ്വസിച്ചു വന്ന ആധ്യാത്മിക തത്വങ്ങളും ആരാധനാക്രമങ്ങളും ആചരിച്ചു വന്ന വർണ്ണശ്രമാനുഷ്ഠാനങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ആര്യമതം കേരളത്തിലും അങ്ങനെ പതിയെ എത്തപ്പെട്ടു എന്ന് മാത്രമല്ല, ആര്യന്മാരായ ബ്രാഹ്മണരെ നാട്ടുകാരായ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ആധ്യാത്മിക മാർഗദർശികളായ പുരോഹിതന്മാരായി കണ്ട് അംഗീകരിക്കുകയും ചെയ്തു. പിതൃപ്രീതിക്കും ദേവപ്രീതിക്കുമായി ബ്രാഹ്മണ പുരോഹിതന്മാരെ കൊണ്ട് വൈദിക കർമ്മങ്ങൾ ചെയ്യിക്കുക പോലുമുണ്ടായി. അതേസമയം തന്നെ നാട്ടുകാരുടെ ആരാധനാമൂർത്തികളായ അനാര്യദേവതകളെ ദൈവിക വിധികളോട് സമന്വയിപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണ മതത്തിലേക്ക് സ്വാംശീകരിക്കുകയും ചെയ്തു. മറ്റൊരർത്ഥത്തിൽ ഈ ഒരു സ്ഥിതിവിശേഷം ആര്യദ്രാവിഡ സാംസ്കാരിക സമന്വയത്തിന് തുടക്കം കുറിച്ചു എന്നും പറയാം. അനാര്യദേവതകളെ വൈദിക ദേവതകളോട് ബന്ധപ്പെടുത്തിയതിൽ എതിർപ്പുള്ളവരും ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. വേദവിധിയിൽ ഉറച്ചു നിന്നിരുന്ന ഇവർ വേദവാദികൾ, യാഗവാദികൾ എന്നൊക്കെയാണ് അറിയപ്പെട്ടത്. ഈ സമയം 6 ബ്രാഹ്മണ മഹാപണ്ഡിതന്മാർ കേരളത്തിലെത്തുകയും ബൗദ്ധ സന്യാസികളുമായി വാദപ്രതിവാദത്തിലേർപ്പെട്ട് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് വൈദിക മതത്തിൻ്റെ പരമപ്രാമാണ്യം സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് പൊതുവെയുള്ള ഐതിഹ്യം. വേദാന്ത പഠനങ്ങളുടെ പ്രചാരണത്തിനായി പാഠശാലകളും സ്ഥാപിക്കുകയുണ്ടായത്രേ. ആ പാഠശാലയിലെ വിദ്യാർത്ഥികളിൽ ഏറ്റവും പ്രസിദ്ധനാണ് പ്രഭാകരൻ എന്നത്. അദ്ദേഹം പാഠശാലയുടെ അധ്യക്ഷനായതായും പറയുന്നു. അദ്ദേഹം ഗുരു എന്ന പേരിലും അദ്ദേഹത്തിൻ്റെ തത്വചിന്തകൾ ഗുരുമതം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. തത്വചിന്താ ചരിത്രത്തിൽ കേരളത്തിന് ആദ്യമായി സ്ഥാനം നേടിക്കൊടുത്ത ആളാണ് പ്രഭാകര ഗുരു എന്ന് പറയാം. ചുരുക്കിയാൽ 8-9 നൂറ്റാണ്ട് കാലത്ത് ആര്യമതത്തിൻ്റെ സ്വാധീന ശക്തി കേരളത്തിൻ്റെ മേഖലകളിൽ വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. അതിൻ്റെ തെളിവുകളാണ് ശങ്കരാചാര്യരുടെയും അക്കാലത്തെ മറ്റ് ഹൈന്ദവാചാര്യന്മാരുടെയും ഒക്കെ കൃതികളും പ്രവർത്തനങ്ങളുമൊക്കെ. 2ാം ചേര സാമ്രാജ്യത്തിലെ കുലശേഖര ചക്രവർത്തിമാരുടെ കാലത്ത് ഹിന്ദുമതം കൂടുതൽ വളർച്ച നേടി. അതുവരെയും പ്രഭാകരൻ്റെയും ശങ്കരൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ബുദ്ധിവൈഭവം കൊണ്ട് തന്നെ അവരുടെ തത്വങ്ങൾ ബുദ്ധിജീവികളെ മാത്രമേ ആകർഷിച്ചിരുന്നുള്ളൂ എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. സംസ്കൃത ഭാഷയിലാണ് അവർ തത്വാവിഷ്കാരം നടത്തിയത്. ആ ഭാഷയൊന്നും വശമില്ലാത്ത സാധാരണക്കാർക്ക് അതുകൊണ്ട് അവരെ മനസ്സിലാക്കാനേ സാധിച്ചിരുന്നതുമില്ല. ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തെ നികത്തുന്നത് ഭക്തിപ്രസ്ഥാനമാണ്. വൈഷ്ണവാചാര്യനായ കുലശേഖര ആഴ്വാറും ശൈവമതാചാര്യനായ ചേരമാൻ പെരുമാൾ നായനാറും വിരൽമിണ്ട നായനാർ എന്നിവരും ചൈതന്യവത്തായ ഒരു ഭക്തിപ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തു എന്ന് പറയാം. അതിലൂടെ ഹിന്ദുമതത്തിനെ ഒന്നുകൂടി വിപുലീകരിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്രകാരം പൊതുജീവിതത്തിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന പ്രാമാണ്യം അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പ്രാധാന്യം മനുഷ്യജീവിതത്തിൻ്റെ സാമൂഹിക ചുറ്റുപാടിൻ്റെയൊക്കെ മണ്ഡലങ്ങളിൽ ദൂരവ്യാപകമായ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത്. ദക്ഷിണേന്ത്യയിൽ വാസമുറപ്പിച്ച ആര്യന്മാർ തങ്ങളുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനായി കൈക്കൊണ്ട നയങ്ങളെക്കുറിച്ച് ബിഷപ്പ് കാൾഡൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. തെക്കൻ ദേശങ്ങളിൽ കുടിയുറപ്പിച്ച ആര്യന്മാർ ക്ഷത്രിയ യോദ്ധാക്കൾ എന്നതിനേക്കാൾ പൊതുവെ ബ്രാഹ്മണ പുരോഹിതന്മാരും വൈദികോപാധ്യായന്മാരുമായിരുന്നു. കേവലം ദ്രാവിഡ നാടുവാഴികളായിരുന്ന പാണ്ഡ്യ ചോള കലിംഗ രാജാക്കന്മാരുടെയും മറ്റുള്ളവരുടെയും ആചാര്യന്മാരും അധ്യാത്മ മാർഗദർശികളുമായി തീർന്ന അവർ ആ രാജാക്കന്മാരെ ആര്യ ബിരുദങ്ങളൊക്കെ നൽകി ബഹുമാനിതരാക്കുകയും ചന്ദ്രസൂര്യാദി വംശങ്ങളിലെ പുരാണ രാജാക്കന്മാരുടെ മഹത്വത്തെയും ധർമാനുഷ്ഠാനങ്ങളെയും അനുകരിച്ച് അവർക്കൊപ്പമാകാൻ അനുശാസിക്കുകയും ചെയ്തു. കാൾഡിലിൻ്റെ ഈ ഒരു നിരീക്ഷണം
ദ്രാവിഡ ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതായി നിലനിൽക്കുന്നു. ഏതായാലും ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ആര്യപ്രമാണങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഈ ബ്രാഹ്മണർ കേരളത്തിലെ ജാതിരഹിതമായിരുന്ന സമുദായത്തിൽ ജാതി സമ്പ്രദായം തിരികെ കയറ്റുകയാണ് ഉണ്ടായത്. ഉയർന്ന ബുദ്ധിശക്തിയാലും പാണ്ഡിത്യത്താലും ഇവിടുത്തെ രാജാക്കന്മാരെ കയ്യിലെടുത്ത ബ്രാഹ്മണർ അവരെ കൊണ്ട് ദീർഘായുസ്സിനും മംഗളത്തിനും വേണ്ടി വൈദിക വിധി പ്രകാരമുള്ള യാഗാദി കർമ്മങ്ങൾ പോലും നടത്തിക്കുകയുണ്ടായി. ഇങ്ങനെ രാജാക്കന്മാരുടെ ബഹുമാനവും പിന്തുണയുമൊക്കെ നേടിയ ഇവർ പിന്നീട് പ്രാധാന്യം നൽകിയിട്ടുള്ളത് കച്ചവടക്കാർക്കാണ്. ആര്യന്മാരുടെ സ്വാധീന വലയത്തിൽപ്പെട്ട രാജാക്കന്മാരുടെയും കച്ചവടക്കാരുടെയും വർഗ്ഗങ്ങൾ രണ്ട് ശ്രേഷ്ഠ വർഗ്ഗങ്ങളാണെന്ന് വരുത്താനുള്ള നടപടികളും ബ്രാഹ്മണർ സൃഷ്ടിച്ചു. രാജാക്കന്മാരുടെ വർഗത്തെ ഭരണാധികാരമുള്ള അരജർ ജാതിയെന്നും പണക്കാരായ കച്ചവടക്കാരെ വാണിജ്യാധികാരമുള്ള വണികർ ജാതിയെന്നും വിളിച്ച് ഉയർത്തി നിർത്തി. പതിയെ പതിയെ ഈ വർഗത്തിൽപ്പെട്ടവർ തന്നെ തങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത വൃത്തികളിൽ ഏർപ്പെട്ടവരെ സമൂഹത്തിൽ താണവരായി കാണാനും ആരംഭിച്ചു. സംഘകാലത്തിൻ്റെയൊക്കെ അവസാനമാകുമ്പോഴേക്ക് ബ്രാഹ്മണരുടെ സംരക്ഷണം എന്നത് രാജാക്കന്മാരുടെ മഹത്തായ ധർമ്മമാകുന്നതായി നമുക്ക് കാണാനാവും. എന്നാൽ അതേ സമയം തന്നെ സംഘകാലഘട്ടത്തിൻ്റെയൊക്കെ ആദ്യകാലങ്ങളിൽ സമുദായത്തിൽ ഉന്നത പദവിയിലിരുന്ന പാണറൊക്കെ താണജാതിക്കാരായി മാറുകയുണ്ടായി. ഇതിൽ തന്നെ രസകരമായ ഒരു വസ്തുതയുണ്ട്. പാണ സമുദായത്തിൽ ബുദ്ധിപരമായ കഴിവുകളാൽ പ്രശസ്തരായിരുന്നവരെ ബ്രാഹ്മണവർഗം ഉൾക്കൊള്ളുകയും അങ്ങനെ അല്ലാതിരുന്ന ഭൂരിപക്ഷം ജനതയും കീഴോർ എന്ന് വിളിക്കുന്ന കീഴ്ജാതിക്കാരായും മാറുകയാണുണ്ടായത്. ചുരുക്കിയാൽ അതിവേഗം സമൂഹതലത്തിൽ വിഭജനം സാധ്യമായി. ജനങ്ങളുടെ ഭക്ഷണശീലത്തിൽ പോലും ഈ ഒരു വ്യതിയാനം പ്രകടമായി. പ്രാചീന കാലത്ത് ബ്രാഹ്മണർ പോലും മാംസവും മദ്യവും കഴിച്ചെങ്കിൽ പിന്നീടത് നിഷിദ്ധമായി. മാംസം ഭക്ഷിക്കുക എന്നത് തന്നെ സാമൂഹ്യമായ ഒരു തെറ്റായി മാറി. പാണന്മാരൊക്കെ പിന്നെയും മാംസം ഉപയോഗിച്ചത് അവരുടെ സാമുദായിക സ്ഥിതി തകരുന്നതിന് കാരണമായിട്ടുണ്ടാവാം. അവസാനം നാലാമത്തെ വർഗത്തിൽപ്പെട്ടവർക്ക്, അതായത് ശൂദ്രർക്ക്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും സാമൂഹ്യപരമായി താഴെ തട്ടിലേക്ക് ഇറങ്ങേണ്ടി വരികയും ചെയ്തു. ഒരാളുടെ മഹത്വം തൊഴിലിനെ അടിസ്ഥാനമാക്കി എന്നതും അധ്വാനത്തിൻ്റെ മഹത്വം അംഗീകരിക്കപ്പെടാത്തതോടും കൂടി വിഭജനം വലിയ തോതിൽ തന്നെ വർദ്ധിച്ചു. ശാരീരിക അധ്വാനം ഏറെയുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിൽ താഴെ തട്ടിലായി. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലും വിവാഹത്തിലുമൊക്കെ ഈ ഒരു മാറ്റം തന്നെ പ്രകടമായി. ആ കാലത്തെ വിധവകളുടെയൊക്കെ ജീവിതം അതിദയനീയമായിരുന്നു. അതായത് പ്രാചീന കാലത്ത് ബഹുമാന്യരായി കണക്കാക്കപ്പെട്ടിരുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെയും സ്ത്രീകളുടെയും ഒക്കെ സാമൂഹ്യ പദവിക്ക് വലിയ തോതിലുള്ള അധപ്പതനം തന്നെ സംഭവിച്ചു. ഉപരിവർഗങ്ങൾ അവരുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നുകൂടി പറയാം. AD 8-ാം നൂറ്റാണ്ട് കാലത്ത് ആര്യന്മാരുടെ ഇടപെടലുകൾ വമ്പിച്ച തോതിൽ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. മറ്റൊരർത്ഥത്തിൽ നിലവിലിരുന്ന വ്യവസ്ഥിതികളെ മാറ്റാൻ മാത്രമുള്ള ശക്തി അവരിലേക്ക് വന്നു ചേർന്നു എന്നതു തന്നെ. പുതുതായി വന്ന ആര്യമത പ്രചാരകന്മാർ ബുദ്ധമതത്തെയും ജൈനമതത്തെയും എതിർക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനുമാണ് മുഴുവൻ സമയവും ചെലവിട്ടത്. ആ ഒരു പോരാട്ടത്തിൽ രണ്ട് മതങ്ങളും പരാജയപ്പെടുകയുമുണ്ടായി. ആര്യന്മാർ ബുദ്ധവിഹാരങ്ങളും ബുദ്ധവിഗ്രഹങ്ങളും തകർക്കുക എന്ന നയവും ഒരു പരിധിവരെ സ്വീകരിച്ചിരിക്കാം. കരുമാടി, പള്ളിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള തകർന്ന ബുദ്ധപ്രതിമകൾ അത് ശരിവയ്ക്കുന്നു. ഒപ്പം തന്നെ ഹിന്ദുമതം പ്രചരിപ്പിക്കാൻ ഇവർ അനേകം ഹൈന്ദവ ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ പലതരത്തിലുള്ള ക്ഷേത്രകലകളും ഉത്സവങ്ങളുമൊക്കെ ഉരുത്തിരിഞ്ഞു വരികയുണ്ടായി. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളായ സിദ്ധന്മാർ വിഷ്ണു, ശിവൻ തുടങ്ങിയ ഹൈന്ദവ ദേവന്മാരുടെയും ദേവിമാരുടെയും ആരാധനത്തിന് പ്രചാരം നേടിക്കൊടുക്കുകയുമുണ്ടായി. പുറത്തുണ്ടായിരുന്ന പല ദേവതകളെയും ആചാരങ്ങളെയും ഹിന്ദുമതം സ്വന്തമാക്കിയതായും കാണാം. കൊറ്റവൈ എന്ന ദ്രാവിഡ ദേവത ദുർഗ, കാളി, ഭഗവതി എന്നീ പേരുകളിൽ ഹൈന്ദവ മേഖലകളിൽ സ്വീകരിക്കപ്പെട്ടു. ശാസ്താവിനെ ബ്രാഹ്മണർ ഹരിഹരപുത്രൻ അഥവാ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പുത്രൻ എന്ന നിലയിൽ ഹിന്ദു ദേവനാക്കി. ഇത്തരത്തിൽ ഇവിടെ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥിതിയെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മാറ്റങ്ങൾ സൃഷ്ടിച്ചത് എന്ന് പറയാം. ചുരുക്കിയാൽ 8-ാം നൂറ്റാണ്ടോടെ തന്നെ കേരളം ഹിന്ദു നവോത്ഥാനത്തിൻ്റെ കേന്ദ്രമായി തീർന്നു.